നമസ്കാരം ഫ്രണ്ട്സ്, ന്യൂവസ്റ്റ് പോസ്റ്റ് മീഡിയയിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ലോസ് ആഞ്ചലസ് പടർന്നു പിടിക്കുന്ന കാട്ടുതീയെക്കുറിച്ചാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ 2 ദിവസമായി ആലോചിക്കുകയാണ്. അതിന് വേണ്ട മെറ്റീരിയൽസും ന്യൂസുകളിൽ നിന്ന് ശേഖരിച്ച ഡീറ്റെയിൽസുമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ന്യൂസ് പേപ്പർ വായിക്കുകയും അതിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങൾ ചെറിയൊരു പകർപ്പോട് കൂടി ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നതിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഇമേജിൽ തന്നെ കാണാൻ കഴിയും, ഒരു നാഷണൽ ഫ്ലാഗ് US-ലേത് കത്തി അമരുന്ന ഒരു ഫോട്ടോയാണ്. അതെ, ഏകദേശം ബേസിക്കായിട്ട് ലോസ് ആഞ്ചലസിനെ പറ്റി ഒരു ചെറിയൊരു വിവരണം നടത്താം. അമേരിക്കൻ ഐക്യനാടുകളിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരവും കാലിഫോർണിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരവുമാണ് ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസ് ഏകദേശം വളരെ പോപ്പുലേറ്റഡ് ആയിട്ടൊരു സിറ്റിയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ പറയുകയാണെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ തൃശ്ശൂർ, കണ്ണൂർ, ഇതെല്ലാം വളരെ പോപ്പുലേറ്റഡ് ആണ്. ഒരു മേള നടന്നാലും ഒരു ചെറിയ ഉണ്ടെങ്കിലോ ആൾക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൂടാതെ ആഡംബര മാളികകൾ ജീവനും സ്വത്തിനുമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ആഡംബരമായ ഒത്തിരി കാര്യങ്ങൾ ഈ ലോസ് ആഞ്ചലസിലുണ്ട്. ഒന്ന്, നമ്മുടെ പറയുകയാണെങ്കിൽ വളരെ ഏറ്റവും കൂടുതൽ ചൂത് കളിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം പണം, ഏറ്റവും റവന്യൂ ഉള്ള ഒരു ഇതാണ് കാസിനോസ്. അങ്ങനെയുള്ള ഇതെല്ലാം ലോസ് ആഞ്ചലസിലാണ്. വളരെ സമുച്ചയങ്ങൾ, വളരെ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ഹോട്ടലുകൾ, എന്ത് പറയുന്നു, വീടുകൾ കൂടിയും സ്വത്തും കൂടി എല്ലാം കൂടെ വളരെ വലിയ സമുച്ചയങ്ങളുള്ള വലിയ ഒരു സിറ്റിയാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ കാട്ടുതീ എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു കാട്ടുതീ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അണയ്ക്കാൻ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ, 72 മണിക്കൂറിൽ കഴിയും. പക്ഷേ ഇവിടെ പ്രശ്നം ഏറ്റവും കൂടുതൽ നടക്കുന്നത് തീയുടെ കൂടെ വളരെ നല്ല കാറ്റാണ്. അതിന് കാറ്റെന്ന് പറയാൻ പറ്റില്ല, അത് ഏറ്റവും കൂടുതൽ പറയാവുന്ന ഒരു ചുഴലിക്കാറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും, ആ തീയെ നമ്മളെ ഏത് രീതിയിൽ അണയ്ക്കും, അത്രയ്ക്ക് വലുത് ഒരു സൈക്ലോണാണ്. ഒരു അഗ്നിയുടെ ഗോളമായിട്ട് ഇങ്ങനെ കറങ്ങി അത് മുഴുവനെയും അങ്ങനെ ആളി അതിലേക്ക് അങ്ങ് എന്താ പറയുക, ഒരു രാക്ഷസൻ അല്ലെ രാക്ഷസിയുടെ വായിലേക്ക് ഇങ്ങനെ അങ്ങ് എടുത്ത് പോകുന്ന ഒരു നിമിഷമായിട്ട് മാറുകയാണ്. ആദ്യം 1, 2, 3 ആൾക്കാർ മരിച്ചെങ്കിൽ ഇന്ന് ഈ ആൾക്കാരുടെ മരണപ്പട്ടിക ഏകദേശം 11-ലെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ അത് 4-ാം ദിവസവും പിന്നിട്ട് നിൽക്കുകയാണ്. നിയന്ത്രണാതീതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിനും കഴിയുന്നില്ല, ഒരു രീതിയിലും കഴിയുന്നില്ല. എല്ലാ രീതിയിലും നഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നഗരം മുഴുവനും കത്തി അമരുന്ന ഒരു നിമിഷത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാട്ടുതീ പടർന്ന് പിടിച്ച പ്രദേശങ്ങൾ അന്വേഷകർക്ക്, അതായത് ഫയർഫോഴ്സ്, സുരക്ഷയ്ക്ക് നിൽക്കുന്ന സെക്യൂരിറ്റീസ് എത്രത്തോളം നഷ്ടങ്ങൾ വ്യാപ്തിയാണ്, അത് എൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ മരണസംഖ്യ കൂടുകയും മറ്റ് പല രീതിയിലുള്ള ചലഞ്ചസ്, അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സൈക്ലോൺ, ഒരു കൊടുങ്കാറ്റ്, ഒരു ചുഴലി, ആ ചുഴലി കാരണം ഉള്ള കാറ്റ് അടിച്ച് കയറുന്ന ആ ഒരു നിമിഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇത്രയും വളരെ രീതിയിലുള്ള ഒരു ചലഞ്ചസാണ് അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ വന്ന് വേണ്ടതുപോലെ ഉള്ള സഹായങ്ങൾ, ഇറാൻ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇറാൻ്റെ സൈഡിൽ നിന്നൊരു ഹെൽപ്പാണ് അവർ പറയുന്നെങ്കിൽ കൂടിയും അവർക്കും രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ കൂടെയും ഈ ഒരു കാട്ടുതീ ഇത്ര പൂർണ്ണമായിട്ടും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരു വീഡിയോയിൽ ഏകദേശം 300 കോടിയുടെ ഒരു വീടാണ് കത്തിയമരുന്നത്. അങ്ങനെയുള്ള പല സമുച്ചയങ്ങൾ, പല കെട്ടിടങ്ങൾ, പല ആഡംബര കാറുകൾ, എന്തിന് മനുഷ്യജീവനെ പോലും ഈ ചുഴലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാറ്റിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞാൽ, അല്പമെങ്കിലും കുറഞ്ഞാൽ
ഈ ഒന്ന് അഗ്നിശമന സേനയ്ക്ക് ഒരു പരിധിവരെ കഴിയാവുന്നെങ്കിലും 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തി അമരുകയാണ്. ഓക്കെ. പിന്നെ 4 ദിവസമായി പിന്നിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു നഗരം ഇപ്പോൾ ഇത്രത്തോളം പോയി അങ്ങ് നിലം പതിച്ച് നിൽക്കുന്ന ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്നത്. ഇത്ര വലിയ ഇത് ആദ്യമായിട്ടാണ് ഇത്ര വലിയ തീ ഇങ്ങനെയൊരു പ്രതിഭാസം വന്നതും. പിന്നെ ഉള്ള കുറേ വാലീസ് ഉണ്ട്, ഇവർക്ക് താഴ്വരകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് കൂടുതൽ തീ അങ്ങ് ആളിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒരു പരിധി വരെ നീക്കം ചെയ്ത് കഴിഞ്ഞു. ഏകദേശം അവർക്ക് ആവശ്യത്തോളം സിസ്റ്റം ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കാളെല്ലാം അവർക്ക് വളരെ വലിയ സിസ്റ്റംസാണ്. ഹെലികോപ്റ്റർ ഡ്രില്ലിംഗ് ഉണ്ട്, ഹെലികോപ്റ്ററിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന കാര്യങ്ങളുണ്ട്. എല്ലാം ചെയ്തിട്ടും അടിയന്തരാവസ്ഥ ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് US പറയുകയാണെങ്കിൽ. ഇപ്പോൾ 5 ഇടങ്ങളിലാണ് തീ പിടിച്ചതിൽ. ഓക്കെ, 5 ഇടങ്ങളിൽ തീ പിടിച്ചതിൽ ഏകദേശം 8%, 3%മാണ് അടച്ചിരിക്കുന്നത്. 8%-ൽ 3%ആണ് അടച്ചത്. ഇപ്പോഴും ബാക്കി 5% ഉണ്ട്. പിന്നെ 2 ഇടത്തങ്ങളായത് ഏകദേശം 35,000 ഏക്കർ പൂർണ്ണമായി കത്തി നശിച്ചു. അവരെ ഏകദേശം ഒഴിപ്പിച്ച ആൾക്കാരുടെ ട്രാക്കിംഗ് പറയുകയാണെങ്കിൽ ഏകദേശം 1,53,000 പേരെയാണ് മാറ്റിയിരിക്കുന്നത്. 10,000-ങ്ങൾക്ക് ഭവനം പോയി, അവരുടെ നഷ്ടം സംഭവിച്ചു, അവരുടെ വീടില്ല. പിന്നെ 15,000 കോടിയിലേറെ ഡോളർ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായിട്ടാണ് കണക്കുകൾ കാണുന്നത്. വൻ ബാധ്യത എങ്ങനെ മറികടക്കണമെന്ന ആശങ്കയിലാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനിയെ ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സമയത്ത് കൂടുന്നത്. അതെ, തീപിടുത്തത്തെ വൻ ദുരന്തമായി പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവന വായ്പ തിരിച്ചടവിന് സാവകാശം നൽകുമെന്നും അറിയിച്ചു. ഇതൊരു നല്ല കാര്യമാണെങ്കിലും ഇപ്പോൾ പ്രസൻ്റ്ലി വേണ്ടത് ഏറ്റവും കൂടുതൽ അവർക്ക് ഒരു സെക്യൂരിറ്റി, അവർക്ക് വേണ്ട ഒരു ഇത് എല്ലാം വന്ന് ദൈവസഹായം കൊണ്ട് എല്ലാം ശരിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനതയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം ഇതിലേക്ക് വരട്ടെ. താങ്ക് യു.